എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറൊക്കെ ഉണ്ട് മത്തങ്ങ എരിശ്ശേരി. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമുക്ക് കറികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെ പരിചയപ്പെടാം. ഒരു ചെറിയ മത്തങ്ങ അരിഞ്ഞത്, 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത വൻപയറ്. ഇനി നമുക്ക് അരപ്പിനുള്ളത് പരിചയപ്പെടാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെ പരിചയപ്പെടാം. എണ്ണ, കടുക്, ചെറിയുള്ളി, വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കർ വെക്കാം. നമുക്ക് മത്തങ്ങയും ചെറുപയറും കൂടെ ഇട്ട് വേവിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൈയൊന്നും കൊള്ളരുത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം. ഇതിനകത്തേക്ക് സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇനി നല്ലതുപോലെ ഇളക്കാം. കൈയൊന്നും പൊളിക്കല്ലേ കേട്ടോ ഓണായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അത് വേവുന്ന ടൈം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് തേങ്ങ, ശേഷം വറ്റൽമുളക് ഇട്ട് ക്രഷ് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ജീരകം, ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, എല്ലാം എടുക്കണം കേട്ടോ. നല്ല മണമായിരിക്കും ജീരകം ഇടുന്നത് കൊണ്ട്. അതിനുശേഷം നമുക്ക് മസാല ഇടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്കിതെല്ലാം കൂടെ അരപ്പാക്കി എടുക്കാം. 5 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇത് വെന്ത കാണും. നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചെടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒടച്ചങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങൾ നല്ലതുപോലെ ഉടക്കുക. ഞാനിപ്പോൾ ഉടക്കുന്നത് പോലെ. നല്ല മണം. നല്ലതുപോലെ ഉടക്കണം കേട്ടോ. കൈ കൊള്ളാതെ ഉടക്കണം. നല്ലതുപോലെ ഇത് ഉടച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൈ പൊള്ളരുത് കേട്ടോ. പൊള്ളിക്കഴിഞ്ഞ് ഓണല്ലേ, പൊള്ളരുത്. ശേഷം ഇതിനകത്തേക്ക് നോക്കി ഒഴിക്കാം.
ടേസ്റ്റ്. നിങ്ങളിതൊക്കെ ഉണ്ടാക്കിയ ശേഷം നല്ല ടേസ്റ്റ്. ഓണത്തിന് ഈ വീട് മൊത്തം ഇതിന്റെ മണമായിരിക്കും. അടിപൊളിയായിരിക്കും. എൻ്റെ ഫേവറേറ്റ് കറിയല്ലേ ഇത്. എൻ്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ ഫേവറേറ്റ് കറിയാണിതെന്ന്. അതുകൊണ്ട് എനിക്ക് വെച്ച് തരാറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഓണത്തിന് മെയിൻ ആയിരിക്കും ഇവിടെ. നമ്മൾ കുക്കറിന്ന് ആ മത്തങ്ങ കൂട്ട് നമ്മൾ ഈ കറി ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മസാല ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിച്ചട്ടിയിലോട്ട് മാറ്റിയത്. ഞാൻ മസാല എടുക്കട്ടെ. കണ്ടോ മസാല ഉണ്ടോ? ചമ്മന്തി പോലെ വന്നിട്ടുണ്ട്. അടിപൊളി മണമൊക്കെ ആയിട്ട്. നേരത്തെ ഞാൻ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് പതുക്കെ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണേ. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം. ജീരകത്തിന്റെ ഒക്കെ മണമുണ്ട്. അടിപൊളി വരുന്നുണ്ട്. അടിപൊളി. അതിന് നമുക്ക് ഗ്രേവി ഒക്കെ ഇട്ടു. അതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ അടിപൊളിയായിട്ട്. ഇപ്പൊ ചെറിയ കട്ടിപ്പൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ പറയാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തയ്യാറാകാൻ പോവാണ്. നല്ല മണമുണ്ട്. ഈ കറി വച്ചുന്ന സമയം കൊണ്ട് കടുക് താളിക്കാം. സൂക്ഷിക്കണം. കടുക് വറുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് എണ്ണ ഒഴിക്കാം. വറുത്ത് കൊടുക്കണം കേട്ടോ. 4 സ്പൂൺ ഒഴിക്കാം. നമുക്ക് കടുകിടാം. പേടിയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേവിക്കണം. മൊത്തം ഇടാം. ഞാനിപ്പോൾ ഇടുന്ന ചെറുള്ളി കേട്ടോ. അടിപൊളി. എണ്ണ നല്ല തിളച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇടാം. മൊത്തം ഇടാം. കറിവേപ്പില കൂടുന്നതനുസരിച്ച് കറിയുടെയും ടേസ്റ്റ് ഇടാം. കേട്ടോ. നല്ല മണമുണ്ട് കറിവേപ്പിലയുടെ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ടു. നമുക്ക് സ്പൂൺ വെച്ച് അതിനെ ഒന്ന് ഇളക്കി നമുക്ക് മത്തങ്ങക്കൂട്ട് എന്തായാലും നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് തിന്നത്തോട്ട് എടുത്ത് ഒഴിക്കാം. കുറച്ചുകൂടെ മണം ഉണ്ട് കേട്ടോ. ഇനി പതുക്കെ നോക്കാൻ ഇളക്കി കൊടുക്കാം. അടിപൊളി. നല്ല മണം. നേരത്തേക്കാളും അടിപൊളി മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയായി. നല്ല മണം ഉണ്ടിട്ട് എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് പോയി. വൈറ്റമിൻ അടങ്ങിയിട്ടുള്ളതാണ് ഈ മത്തങ്ങ. നല്ല ടേസ്റ്റാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കരോട്ടീൻ കൂടുതലാണ്. ഫൈബർ ഉണ്ട്. നമുക്ക് ഈ മത്തങ്ങ എരിശ്ശേരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓണമല്ലേ, ഇലയിൽ തന്നെ വേണം. ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല.
കാണാൻ ഭംഗിയാക്കിയാലോ? ഓണാകുമ്പോ ഭംഗിയൊക്കെ വേണ്ടേ? ഒരു തക്കാളി എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇടുമ്പോ നല്ല ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ പൊരിപ്പൊക്കെ വരുമ്പോൾ നല്ല കഴിക്കാൻ കൊതിയായിട്ട് കഴിക്കാം. രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് അടിപൊളി ഡെക്കറേഷൻ. ഇതിന്റെ നടുക്ക് ഒരു കറിവേപ്പില ഇട്ടിരിക്കും. നല്ല മുളകുണ്ട്. ഓണം സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി റെഡിയായി. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. വീട്ടിൽ ചെയ്ത് നോക്കണേ. ഓണമായിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സദ്യയുടെ കൂടെ എന്തായാലും ഇത് കാണും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളി. ഇത്തിരി ചൂടോടെ കഴിക്കാനും ടേസ്റ്റ് ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്.